ഗൈസ്, അപ്പോൾ ഷിസു യുച്ചിഹ മരിച്ചില്ലെങ്കിൽ സീരീസിൽ എന്തൊക്കെ കാര്യങ്ങൾ സംഭവിക്കും എന്നതിന്റെ പാർട്ട് 2 ആണ് നോക്കാൻ പോകുന്നത്. പാർട്ട് 1 കാണാത്തവർ ആ വീഡിയോ കണ്ടതിന് ശേഷം ഈ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കുക. ഞാനിവിടെ മുകളിലായി ഐ ബട്ടണിൽ കൊടുക്കാം. അപ്പോൾ എപ്പോഴും പറയുന്നത് പോലെ വീഡിയോ ഹൈപ്പും ലൈക്കും ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക്. അപ്പോൾ ഒട്ടും സമയം കളയുന്നില്ല, ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, നമ്മൾ ലാസ്റ്റ് നമ്മുടെ ഷിസു യുച്ചിഹ കക്കാഷിയുടെ അടുത്ത് പോയി ആ ഒരു മാസ്ക് വെച്ച ഉച്ചിഹയ്ക്ക് കാമോ യൂസ് ചെയ്യാൻ കഴിയും, നിങ്ങൾ യൂസ് ചെയ്യുന്ന അതേ പവർ തന്നെയാണ് അവനും ഉള്ളത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ്. അങ്ങനെ അതിനുശേഷം നമ്മുടെ കക്കാഷി പറയും ഒബീറ്റോ ഉച്ചിഹ, നമ്മൾ രണ്ടുപേരും 4th ഹൊക്കാഗയുടെ സ്റ്റുഡൻസ് ആയിരുന്നു. തുടക്കത്തിൽ നമ്മൾ രണ്ടുപേരും ശത്രുക്കളാണെങ്കിലും പിന്നീട് നല്ലൊരു ടീംമേറ്റ്സ് ആയി. ഒരു സന്ദർഭത്തിൽ അവന്റെ ജീവൻ പോകുന്ന സമയം അവൻ എനിക്ക് ഗിഫ്റ്റായി തന്നതാണ് ഈ ഒരു ഷെറിങ്കൻ. അവൻ മരിച്ച സമയത്ത് അവിടെ ആരോ വന്ന് ഒബീറ്റോയുടെ രണ്ടാമത്തെ ഷെറിങ്കനും എടുത്തുകൊണ്ട് പോയി. ഷിസുയി, നീ പറഞ്ഞതുപോലെയാണെങ്കിൽ അവൻ ആരാണെന്ന് നീ കണ്ടുപിടിക്കണം. കൂടാതെ ഞാനിപ്പോൾ അൻപൂലായതുകൊണ്ട് എനിക്ക് നിന്നെ ഡയറക്റ്റ് സഹായിക്കാൻ കഴിയില്ല, പക്ഷെ ഞാൻ ഒരു ദിവസം നിന്റെ മുന്നിൽ വരുമെന്നും പറയുന്നു. അങ്ങനെ ഇത് കഴിഞ്ഞ് 2 ദിവസത്തിന് ശേഷമുള്ള ഒരു സംഭവമാണ് കാണിക്കുന്നത്. നമ്മുടെ ലീഫ് വില്ലേജിന്റെ ഹൊക്കാഗയേക്കാൾ മുകളിൽ പദവിയുള്ള ഒരാളില്ലേ, ഫയർ ഡൈമിയോ, പുള്ളിക്കാരൻ ഇവിടെ വലിയൊരു മീറ്റിംഗ് നടത്തുകയാണ്. ഇതിൽ നമ്മുടെ ഹിറോസൻ, ഡാൻസോ, വില്ലേജിലെ വലിയ വലിയ ബിസിനസ് മാൻ, അതുപോലെ ഓരോ ക്ലാനിന്റെ ലീഡേഴ്സും, അതായത് നമ്മുടെ ഉച്ചിഹയിൽ നിന്നും ഫുഗാക്കു, നാറ ക്ലാനിൽ നിന്നും ഷിക്കാക്കു നാറ തുടങ്ങിയ ആൾക്കാരൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ടാകും. അങ്ങനെ ഫയർ ഡൈമിയോ പറയും, വില്ലേജിൽ നടക്കുന്ന ചെറിയ ചെറിയ പ്രശ്നങ്ങളിലൊന്നും ഞാൻ ഇടപെടാറില്ല എന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ. വില്ലേജിൽ വലിയൊരു മാറ്റം വരികയോ അല്ലെങ്കിൽ വലിയൊരു തീരുമാനം എടുക്കുന്ന സമയത്താണ് ഞാൻ പൊതുവെ വരാറ്. എന്നാൽ ഞാൻ ഇപ്പോൾ വന്നതിന്റെ റീസൺ നിങ്ങൾക്കൊക്കെ മനസ്സിലായി കാണുമെന്നാണ് വിചാരിക്കുന്നത്. ഉച്ചിഹയും വില്ലേജും തമ്മിൽ വലിയൊരു പ്രശ്നം നടക്കുകയാണ്. ഇതുമൂലം വില്ലേജിന്റെ ഡിഫൻസ് സിസ്റ്റം വീക്കായി, എക്കണോമി വളരെയധികം താഴ്ന്നു, വില്ലേജിലെ സാധനങ്ങളുടെയൊക്കെ വില കൂടി, പുറത്തുനിന്നും വില്ലേജ് കാണാൻ വരുന്ന ആൾക്കാരുടെ എണ്ണം വരെ കുറയാൻ തുടങ്ങി. ഓൾറെഡി 90 അറ്റാക്കിന് ശേഷം വില്ലേജ് പതിയെ റിക്കവർ ആയി വരുന്നത്രേ ഉള്ളൂ. അതിന്റെ കൂടെ ഇങ്ങനൊരു പ്രശ്നവും നടക്കുന്നത് വില്ലേജിനെ നല്ല രീതിയിൽ ബാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇതുവരെ കിട്ടിയ റിപ്പോർട്ടുകൾ അനുസരിച്ച്, അതായത് ഹൊക്കാഗയുടെ കയ്യിൽ നിന്നും കിട്ടിയ ആ ഒരു റിപ്പോർട്ടും ഉച്ചിഹയുടെ ലീഡറിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ടൊക്കെ ചേർത്ത് നമ്മൾക്ക് മനസ്സിലായ കാര്യങ്ങൾ ഞാൻ ഇവിടെ പറയാം. 90 അറ്റാക്കിന് കാരണമായത് ഒരു ഉച്ചിഹയാണെന്ന് നമ്മൾ സ്ഥിരീകരിച്ചു. ഇത് ആദ്യം വില്ലേജിനകത്തുള്ള ഉച്ചിഹയാണെന്നാണ് നമ്മൾ കരുതിയത്. എന്നാൽ ആ ഒരു മാസ്ക് വെച്ച ഉച്ചിഹ തന്നെ ഉച്ചിഹ ക്ലാനിനെയും ഇല്ലാതാക്കിയപ്പോൾ ഇത് വില്ലേജിന്റെ പുറത്തു നിന്നും ആക്രമിച്ച ഒരു ഉച്ചിഹയാണെന്ന് നമ്മൾ കൺഫേം ചെയ്തു. അപ്പോൾ ഇത് വില്ലേജിനെ മൊത്തത്തിൽ ബാധിക്കുന്ന ഒരു കാര്യമാണ്. കൂടാതെ ഹൊക്കാഗയുടെയും മറ്റ് എൽഡേഴ്സിന്റെയും ഭാഗത്ത് നിന്നുണ്ടായ ചില തീരുമാനങ്ങളാണ് വില്ലേജിന്റെ ഈ ഒരു പ്രശ്നം ഇത്രയധികം ഗുരുതരമായത്. അൻപു പോലെ പവർഫുൾ ആയിട്ടുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടായിട്ടും ഈ പ്രശ്നത്തിന് കാരണക്കാരനായ ആ ഒരു മാസ്ക് വെച്ച ഉച്ചിയെ കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല. ഇത് ഹൊക്കാഗയുടെ ഭാഗത്ത് നിന്നുണ്ടായ വലിയൊരു പോരായ്മയാണ്. കൂടാതെ ഡാൻസോ അൻപുവിന്റെ മറവിൽ നടത്തുന്ന കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു. ഹൊക്കാഗെ ഈ കാര്യങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതുപോലെ തന്നെ ഉച്ചിഹയിൽ ഇങ്ങനെ ഒരു ആക്രമണം നടന്നിട്ടും ഉച്ചിഹയുടെ ലീഡറായിട്ടുള്ള ഫുഗാക്കു എന്തുകൊണ്ട് ഇത് വില്ലേജിനെ ആദ്യം അറിയിച്ചില്ല? കൂടാതെ ആ ഒരു മാസ്ക് വെച്ച ഉച്ചിഹ ക്ലാനിനെ ഇല്ലാതാക്കിയ സമയത്ത് അവന്റെ കൂടെ ഹെൽപ്പിന് ഒരാൾ കൂടി ഉണ്ടായിരുന്നു. അത് ഇറ്റാച്ചി ഉച്ചിഹയാണെന്നും ഓൾറെഡി തെളിഞ്ഞതാണ്. എന്നാൽ ഇവിടെ ഫുഗാക്കുവിന്റെ റിപ്പോർട്ടിൽ പറയുന്നത് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടർ തന്റെ ഗെഞ്ചിറ്റ്സ് ഉപയോഗിച്ച് ഇറ്റാച്ചിയെ കൺട്രോളിലെടുത്താണ് ഇതൊക്കെ ചെയ്തത് എന്ന രീതിയിലാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. അതൊരുപക്ഷെ ശരിയായിരിക്കാം, തെറ്റായിരിക്കാം. അതുകൊണ്ട് തന്നെ ഇവരുടെ രണ്ടുപേരുടെ മേലിലും ഒരു വലിയ വീഴ്ച പറ്റിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് ഫയർ ഡൈമോ ഇവരോട് ചോദിക്കും. അപ്പോൾ തന്നെ നമ്മുടെ ഹീറോസൻ പറയും, ഞങ്ങളുടെ ഭാഗത്ത് നിന്നും കുറച്ച് തെറ്റുകൾ സംഭവിച്ചു, ഇനി അത് ആവർത്തിക്കില്ല. കൂടാതെ നമ്മുടെ ഫുഗാക്കുവും പറയും, ഉച്ചിഹയുടെ ഭാഗത്ത് നിന്നും ഇനി ഒരു പ്രശ്നവും വില്ലേജിനെതിരായി ഉണ്ടാകില്ല എന്നും പറഞ്ഞ് അത് സോൾവ് ചെയ്യും. അതിനുശേഷം ഈ ഒരു ലീഡേഴ്സ് പറയും, ഈ നടന്ന സംഭവങ്ങളൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷിനോബിയെ നിയമിക്കണം. വില്ലേജിൽ ഹൊക്കാഗയുടെയും എൽഡേഴ്സിന്റെ ഭാഗത്ത് നിന്നുണ്ടായ വീഴ്ചയും അതുപോലെ തന്നെ ഉച്ചിഹയിലുണ്ടായ ആ ഒരു പ്രശ്നങ്ങളൊക്കെ അന്വേഷിക്കാൻ വേണ്ടി നമ്മുടെ ഷിക്കാക്കു നാറയെ ഏൽപ്പിക്കുന്നു, അതായത് നമ്മുടെ ഷിക്കമാറുയുടെ ഫാദർ. എന്നാൽ വില്ലേജിന് പുറമെ ആ ഒരു മാസ്ക് വെച്ച ഉച്ചിയെ കണ്ടുപിടിക്കാൻ വേണ്ടി ഒരു ഷിനോബിയെ നിയമിക്കണം. അപ്പോൾ ഇവരുടെ ആ ലീഡർ പറയും, വൈറ്റ് ഫാങ് ആയിരുന്നെങ്കിൽ കാര്യങ്ങൾ കുറച്ച് എളുപ്പമായിരുന്നു. എന്നാൽ ഇപ്പോൾ സാക്കുമ ഹാട്ടകെ ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ ലെജൻഡറി സനിയനായിട്ടുള്ള ജിറയെ തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. അപ്പോഴാണ് പെട്ടെന്ന് നമ്മുടെ ഹിറുസൻ എഴുന്നേറ്റ് പറയുന്നത്, ജിറയെ ഓൾറെഡി അക്കാട്സുകയെ കണ്ടുപിടിക്കുന്ന മിഷനിലാണ് ഉള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ഫയർ ഡൈമോ പറയും, ഇപ്പോഴത്തെ പ്രധാന ആവശ്യം വില്ലേജിനുണ്ടായ ഈ ഒരു പ്രശ്നമാണ്. അപ്പോൾ ഇതിനൊരു സൊല്യൂഷൻ ആണ് ആദ്യം കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഈ ഒരു ചർച്ച തീർക്കുന്നതിന് മുൻപ് മറ്റാർക്കെങ്കിലും
എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ഷിക്കമാരുവിന്റെ ഫാദർ ആയിട്ടുള്ള ഷിക്കാക്കു നാര എഴുന്നേറ്റ് നിന്ന് പറയാൻ തുടങ്ങും. നമ്മുടെ വില്ലേജിന്റെ ഏറ്റവും വലിയൊരു വെപ്പണാണ് നൈൻ ടെയിൽ. എന്നാൽ അത് തന്നെയാണ് വില്ലേജിന് ഏറ്റവും ഭീഷണിയായിട്ടുള്ളത്. നൈൻ ടെയിൽ അറ്റാക്കിന് ശേഷം വില്ലേജിന്റെ അവസ്ഥ എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഇനിയൊരു നൈൻ ടെയിൽ അറ്റാക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ അത് താങ്ങാനുള്ള ശേഷി നമ്മുടെ വില്ലേജിനില്ല. നറൂട്ടോ ഉസുമാക്കി അവനാണ് ആ ഒരു നൈൻ ടെയിലിന്റെ ജിൻജൂരിക്ക്. ഈ ഒരു നൈൻ ടെയിൽ അറ്റാക്കിന് ശേഷം ഉച്ചിഹ എന്തൊക്കെ കാര്യങ്ങൾ ഫേസ് ചെയ്തിനോ അതുപോലെ തന്നെയാണ് ആ ഒരു ചെറിയ കുട്ടിയും ഫേസ് ചെയ്യുന്നത്. അവനെ പ്രോപ്പറായി നോക്കിയില്ലെങ്കിൽ അവന്റെ ആ ഒരു ദേഷ്യത്തിൽ ഒരുപക്ഷെ നൈൻ ടെയിൽ എപ്പോ വേണമെങ്കിലും പുറത്തേക്ക് വരാം. അപ്പോഴാണ് ആ ഒരു മീറ്റിംഗിലുണ്ടായ ആ 2 വയസ്സായിട്ടുള്ള എൽഡേഴ്സ് ഇല്ലേ, അവർ പറയും ജിൻജുരിക്കയുടെ കാര്യം ഹൊക്കാഗെയാണ് നോക്കാറ്, അത് നല്ല രീതിയിലാണ് പോകുന്നത് എന്നും അവർ പറയുന്നു. അപ്പോൾ തന്നെ പിന്നെയും നമ്മുടെ ഷിക്കാക്കു പറയും, എന്റെ മകൻ ഒരു ദിവസം വന്ന് പറഞ്ഞിരുന്നു എന്തുകൊണ്ടാണ് നറൂട്ടോയെ എല്ലാവരും ഒറ്റപ്പെടുത്തുന്നതെന്ന്. ആ സമയത്താണ് ഞാൻ സീക്രട്ട് ആയിട്ട് നറൂട്ടോയെ വാച്ച് ചെയ്യാൻ തുടങ്ങിയത്. അവന്റെ കൂടെ പഠിക്കുന്ന കുട്ടികൾ പോലും അവനെ ഒറ്റപ്പെടുത്തുകയാണ്. അപ്പോൾ വില്ലേജിലെ ആൾക്കാരുടെ അവസ്ഥ എന്താണെന്ന് പറയണ്ടല്ലോ. അപ്പോഴാണ് നമ്മുടെ ഫയർ ഡെമോ ദേഷ്യത്തിൽ ഹിറുസനോട് ചോദിക്കും, എന്താണ് ഹിറുസൻ, ഇതൊക്കെ ശരിയാണോ എന്ന് ചോദിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ ഹിറുസൻ പറയുന്നത്, ഈ പ്രശ്നങ്ങളൊക്കെ നടക്കുന്ന സമയത്ത് എനിക്ക് ജിൻജൂരിക്ക് അതായത് നറൂട്ടോയെ വിചാരിച്ചതുപോലെ കെയർ ചെയ്യാനൊന്നും കഴിയുന്നില്ല. അപ്പോൾ തന്നെ ഫയർ ഡൈമോ പറയും, അവനൊരു ജിൻജൂരിക്ക് എന്നത് പോട്ടെ, അവൻ 4th ഹൊക്കാഗെയുടെ മകനല്ലേ. അങ്ങനെ നമ്മുടെ ഫയർ ഡൈമോ ഷിക്കാക്കുവിനോട് തന്നെ ചോദിക്കും, ഇതിന്റെ എന്തെങ്കിലും ഒരു സൊല്യൂഷൻ നിങ്ങളുടെ കയ്യിൽ ഉണ്ടോ എന്ന് ചോദിക്കും. അപ്പോൾ നമ്മുടെ ഷിക്കാക്കു പറയും, എന്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ നറൂട്ടോയെ ഇവിടെ ഉച്ചിഹയെ ഏൽപ്പിക്കാം. ഇൻ കേസ് ആ ഒരു നറൂട്ടോയുടെ അകത്ത് നിന്നും നൈൻ ടെയിൽ പുറത്തു വന്നാൽ നൈൻ ടെയിലിനെ എതിർത്ത് നിൽക്കാൻ കഴിവുള്ള മിനാട്ടോയെ പോലുള്ള ഒരു ഷിനോബി നിലവിലില്ല. കൂടാതെ സീൽ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചാൽ ഇവിടെ ഒരു ഉസുമാക്കിയും ഇല്ല. എന്നാൽ ഒരു പരിധി വരെ മിനാട്ടോയെ പോലെ കഴിവുള്ള ഒരാളാണ് ഫുഗാക്കു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടാതെ ഉച്ചിഹാസിന്റെ പവേഴ്സ് വെച്ച് ആ ഒരു നൈൻ ടെയിലിനെ ഈസി ആയിട്ട് കൺട്രോൾ ചെയ്യാനും അവർക്ക് കഴിയും. അങ്ങനെ ഇത് കേട്ട് ഫയർ ഡൈമോ ഫുഗാക്കുവിനോട് ചോദിക്കും, ഇതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്. അപ്പോൾ തന്നെ നമ്മുടെ ഫുഗാക്കു പറയും, അവനെ ഇവിടെ ഉച്ചിഹയിൽ ഏൽപ്പിച്ചു കഴിഞ്ഞാൽ അവന് വേണ്ട എല്ലാ കാര്യങ്ങളും നമ്മൾ കറക്റ്റായി ചെയ്തു കൊടുക്കും. അവന്റെ ബോഡിയിൽ നിന്നും നൈൻ ടെയിൽ പുറത്തേക്ക് വരാനുള്ള ഒരു സാഹചര്യം നമ്മൾ ഉണ്ടാക്കില്ല. അവൻ കാരണം വില്ലേജിൽ എന്ത് സംഭവിച്ചാലും അല്ലെങ്കിൽ അവരെ തന്നെ എന്ത് സംഭവിച്ചാലും അതിന്റെ മുഴുവൻ ഉത്തരവാദിത്വം നമ്മൾ ഉച്ചിഹാസ് ഏറ്റെടുക്കുമെന്നും ഫുഗാക്കു ഇവിടെ സ്ട്രോങ് ആയി പറയും. അങ്ങനെ ഫയർ ഡൈമോ ആണെങ്കിൽ മീറ്റിംഗിനിടയിലുള്ള ആ മെമ്പേഴ്സിനോട് ചോദിക്കും, നിങ്ങൾ എത്ര പേർ ഇതിന് യോജിക്കുന്നുണ്ട്. അങ്ങനെ ഭൂരിഭാഗം പേരും ഇവിടെ പറയുന്നത് എന്തുകൊണ്ടും നറൂട്ടോയെ ഉച്ചിഹയിൽ ഏൽപ്പിക്കാം എന്ന രീതിയിലാണ്. കാരണം ഇൻ കേസ് നമ്മുടെ നറൂട്ടോയുടെ ബോഡിയിൽ നിന്നും കുറാമ വന്നു കഴിഞ്ഞാൽ തന്നെ ഉച്ചിഹയുടെ പ്ലേസിനെയാണ് ആക്രമിക്കുക, ഡയറക്റ്റ് വില്ലേജിന്റെ നടുക്കല്ല. കൂടാതെ അവർക്കത് കൺട്രോൾ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഒരു കണക്കിന് വില്ലേജിൽ ഉണ്ടാകുന്ന ആഘാതങ്ങളൊക്കെ കുറയും. അപ്പോൾ ഭൂരിഭാഗം പേരും ഇതിന് സമ്മതിക്കുമ്പോൾ നമ്മുടെ ഡാൻസോ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റ് നിന്ന് ഞാൻ ഇത് സമ്മതിക്കില്ല എന്ന് പറയും. അങ്ങനെ നമ്മുടെ ലീഡർ പറയും, ഭൂരിഭാഗം പേരും ഇതിന് സമ്മതിച്ചു, അതുകൊണ്ട് ഇത് തന്നെയാണ് ഫൈനൽ ഡിസിഷൻ. അങ്ങനെ ഡാൻസോ ഇത് കേട്ട് ദേഷ്യത്തിൽ ആ ഒരു മീറ്റിംഗ് വിട്ട് ഇറങ്ങി പോവുകയും ചെയ്യും. അതോടുകൂടി ഇന്നത്തെ ഈ ഒരു പാർട്ടും അവസാനിക്കുന്നു. ഇനി നമ്മുടെ നറൂട്ടോ ഉച്ചിഹയിൽ വളരുമോ, ഇനി ഡാൻസോ എന്ത് ചെയ്യും, ഇറ്റാച്ചി അപ്പോൾ നിലവിൽ വില്ലൻ അല്ല എന്ന് പറഞ്ഞു ഷിസൂയും കക്കാഷിയും ചേർന്ന് ആ ഒരു മാസ്ക് വെച്ച ക്യാരക്ടറിനെ കണ്ടുപിടിക്കുമോ തുടങ്ങിയ സംഭവങ്ങളൊക്കെ നമുക്ക് നെക്സ്റ്റ് പാർട്ടിൽ നോക്കാം. അപ്പോൾ പാർട്ട് 2 കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്, മറക്കാതെ കമന്റ് ചെയ്യൂ. അടുത്തൊരു വീഡിയോയുമായി പിന്നെ വരാം.